ഹലോ, ഈ ചക്കയുടെയൊക്കെ സീസൺ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ എല്ലായിടത്തും ചക്ക വെച്ചിട്ടുള്ള വിഭവങ്ങളാവൂലേ. അതിന് എനിക്ക് ചക്ക കൊണ്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമായിട്ട് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ചക്ക ചിപ്സ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞങ്ങൾ ആദ്യം മാറ്റി വെച്ച ചക്ക കുറച്ച് പഴുത്തുപോയി. അതുകൊണ്ട് തന്നെ അമ്മ പെട്ടെന്ന് തന്നെ ഒരു ചക്കയൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങളത് വറുക്കാൻ പോവുകയാണ്. രണ്ടാമത് കിട്ടിയ ചക്ക വറക്കാൻ പറ്റിയ പാകത്തിനുള്ള ചക്കയാണ് കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഒപ്പം നക്ഷുമോനും ഉണ്ടേ. അവനാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ പഴുത്ത ചക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ ചക്കയെല്ലാം ചുള പറിക്കുന്ന പരിപാടിയിലാണ്. ഞങ്ങൾ മൂന്നാളും കൂടി കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാണ് ചക്ക ചുള പറിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ പഴുത്ത ചക്ക കഴിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചുള പറിച്ച് വൃത്തിയാക്കിയിട്ട് നമുക്കിത് നീളത്തിൽ അരിഞ്ഞെടുക്കണം. നമ്മുടെ ചക്ക ചിപ്സിൻ്റെ ആ ഒരു ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ട് വേണം ഇത് വറക്കാനേ. അത് നമ്മുടെ ഒരുവിധം മെയിൻ പരിപാടി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ചവണ കളഞ്ഞിട്ട് നമുക്കിത് നീളത്തിൽ അരിഞ്ഞെടുത്ത് കഴുകിയെടുക്കാം. ഈ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഞങ്ങളിത് ഓൾറെഡി ഒരു വട്ടം ചെയ്തതാണ്. പക്ഷേ ഞങ്ങളപ്പോൾ വീഡിയോ എടുക്കാൻ വിട്ട കാരണം പിന്നെ അതൊന്നും ഇട്ടിട്ട് മിക്സ് ചെയ്യാണ്. അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ചീഞ്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് ഇട്ട് പൊരിക്കുകയാണ് ചെയ്യുക. പക്ഷേ കുറച്ച് ചക്ക ഉള്ളപ്പോഴേ നമുക്കിതിങ്ങനെ മിക്സ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒരുപാടൊക്കെ ചക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ വറക്കാൻ ഭയങ്കര പാടായിരിക്കും. അത് നമ്മുടെ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അത് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഷെഫ് അമ്മയാണ് കേട്ടോ. ഞാൻ അമ്മയുടെ സഹായമായിട്ട് കൂടെ നിൽക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ നമുക്ക് കഴിക്കാനായിട്ട് ഞാൻ കരിക്കൊക്കെ വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അമ്മ നമ്മുടെ ചക്കയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മുടെ എണ്ണ ചൂടായിട്ട് ഇട്ട ചക്കയൊക്കെ ഇങ്ങനെ പൊന്തി മേലേക്ക് വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വേണേ. ഇതാ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ ഇളക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പണി എടുത്തൊന്നുമായി എന്നാൽ നമുക്ക് ഭാരമുള്ള പണികളൊന്നും ഇല്ല, അത്ര തന്നെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കോരി എടുക്കാൻ പോവാണ്. ഇത് കോരി എടുക്കുമ്പോൾ നമ്മൾ ഇതിൽ ഇട്ടിട്ടുള്ള മുഴുവൻ ചക്കി നമ്മൾ കോരി എടുക്കും. കാരണം ഒന്നോ രണ്ടോ പീസൊക്കെ അതിൽ കിടന്നാലും അത് അടുത്ത ട്രിപ്പ് ഇടുമ്പോൾ അതിൻ്റെ ഒപ്പം കിടന്ന് അതിൽ കരിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ കരിഞ്ഞു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് എല്ലാ ചക്കയും കോരി എടുത്ത് മാറ്റിയതിന് ശേഷമേ നമ്മൾ അടുത്ത ട്രിപ്പ് ചക്ക ഇടുന്നത്. അപ്പോൾ ഇനി കോരി വെച്ച ചക്കയൊക്കെ നമുക്കൊന്ന് എണ്ണ വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ആ എണ്ണയിലേക്ക് അടുത്ത ട്രിപ്പ് ചക്ക ഇടാം. ഇത് അമ്മ പിന്നെ ഇടുന്നുണ്ട്. ഇത് ഉണ്ടാക്കാൻ കുറച്ച് പാടാണെങ്കിലും ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണെന്ന് ഓർത്തപ്പം ഞങ്ങളിത് ഉണ്ടാക്കുന്ന ആ ബുദ്ധിമുട്ടിനെ കുറിച്ചൊന്നും ആലോചിച്ചില്ല. പിന്നെ അമ്മ ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡിയായി കിട്ടിയ പാടെ ഞാനിതൊന്ന് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കറുമുറിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് റെഡി ആയപ്പോഴത്തേനും ഫസ്റ്റ് ട്രിപ്പ് ഓൾറെഡി ഞാനും നക്ഷമോനൊക്കെ കഴിച്ച് തീർത്തിരിക്കുന്നു. നമ്മുടെ മൂന്നാമത്തെ ട്രിപ്പ് അതിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് രണ്ട് വട്ടം കൂടിയൊക്കെ ഇട്ടുണ്ടാക്കാനുള്ളതേ ഉള്ളൂ. ഇതാ നമ്മുടെ ചക്ക മുഴുവൻ ഇപ്പോൾ റെഡി ആയിട്ട് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ടേ, പക്ഷേ ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മൾ ഇത്രയും ചക്ക ചിപ്സൊക്കെ പുറത്ത് കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആണല്ലേ. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് കുറച്ച് ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള അത്ര വേണമെങ്കിലും കഴിക്കാം. ഞാനിത് കഴിക്കുമ്പോൾ ഇതിൻ്റെ സൗണ്ട് ഒന്ന് നോക്കൂട്ടാ.